അസ്സലാമലൈക്കും. ഇതാണ് നമ്മുടെ പുതിയ റൂം. ഇതാ ആദ്യം തന്നെ കിടക്ക കട്ടിൽ കണ്ടാളി. കേട്ടാ, കിടക്ക കട്ടിൽ, പുതപ്പ്, കട്ടിലിൻ്റെ മറ്റേ ഭാഗം. പിന്നെ അതാ മേലേക്ക് പോയിട്ട് AC. അങ്ങനെ വന്നിട്ട് ട്യൂബ് ലൈറ്റിൻ്റെ അടിയിലതാ ഡോറ്. പിന്നെ അതാ മേലെ സീലിങ്ങുമേ ലൈറ്റ് കണ്ടോ, അതൊന്ന്. പിന്നെ അതാ വേറെ ഒന്ന്. പിന്നെ അതാ അങ്ങനെ വന്നിട്ട് ഇതാ നമ്മളെ ഡ്രസ്സുകൾ. പിന്നെ അതാ മേലെ വേറെ ലൈറ്റ് കണ്ടോ. പിന്നെ നമ്മളെ ഇതാ ബാൽക്കണി, പഴയ റൂമിലുണ്ടായില്ലേ ബാൽക്കണി, ആ ബാൽക്കണി. ഇതാ അതിൻ്റെ മേലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ സീലിങ്ങുമ്പോൾ വേറെ ലൈറ്റ്, സീലിങ്ങുമ്പോൾ 4 ലൈറ്റ് ഉണ്ട് മൊത്തത്തിൽ. പിന്നെ അതാ കിച്ചണ്, ഇതാ കിച്ചൻ്റെ അവിടെ ഒരു ലൈറ്റ്. ഇതാണ് കിച്ചണ്. ഗ്യാസ്, വെള്ളത്തിൻ്റെ ബോട്ടൽ, ചൂടുവെള്ളം വെക്കുന്ന ഫ്ലാസ്ക്. പിന്നെ വെള്ളം ചൂടാക്കുന്ന ഗെറ്റൽ. പിന്നെ അരി ഇട്ടേക്കുന്ന ബക്കറ്റ്. പിന്നെ നമ്മുടെ സാമഗ്രികൾ വെക്കുന്ന പാത്രങ്ങൾ, കുപ്പികൾ. ഇഞ്ചും വെളുത്തുള്ളിയും ഇടിക്കുന്ന ഉരൽ. മഞ്ഞപ്പൊടി, മുളക് പൊടി, പഞ്ചസാര, ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കറാമ്പൂവ്, മണിക്കടല. പിന്നെ ഏലം, കറാമ്പൂവ്. അങ്ങനെ പാത്രങ്ങളെ സ്റ്റാൻഡ്, ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡ്, ചട്ടി. ഇത് നെയ്ച്ചട്ടി, ഇത് കൂട്ടാൻ ചട്ടി, ഇതൊരു കൂട്ടാൻ ചട്ടി. കൂട്ടാൻ ചട്ടിയിൽ കോഴിക്കറി ഉണ്ട്. പിന്നെ ഹമാമ്, വാഷ് ബേസ്. പിന്നെ ഫയറി, സോപ്പ്, ബ്രഷ്, ഇതെല്ലാം വെക്കുന്ന. പിന്നെ തിരുമ്പാനുള്ള ഡ്രസ്സുകൾ ഇടുന്ന അയൽ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അമാമിലെ ലൈറ്റ്. പിന്നെ ഹവായ എന്ന് പറഞ്ഞാൽ ഫാന്, എയർ ഫാന്. പിന്നെ ഹീറ്റർ. പിന്നെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡ് ഇവിടെ. പിന്നെ ഫ്രൈ സ്പൂണും. പിന്നെ ചെറിയ ഗ്യാസ്, ബക്കറ്റുകൾ. ഹമാമ് കണ്ടോ, ഹമാമിൻ്റെ ഉള്ളിൽ ടൈലുകൾ. ഹമാമ് സാധാണ്, അത് സാധാ മതിയെന്ന് ഞാൻ പറഞ്ഞാണ്. സാധാ ആകുമ്പോഴേ ഇങ്ങനെ കുത്തിരിക്കുക, മനസ്സിലായോ? ഹമാമിൻ്റെ അടിയിൽ ടൈല്. ഹമാമിൻ്റെ ഡോറ്. പിന്നെ റൂമിൻ്റെ അടിഭാഗം. പിന്നെ നമ്മളെ പഴയ റൂമിലുണ്ടായിരുന്ന ആ 4 വീലുള്ള കസാല. പിന്നെ ഫോണ് ചാർജ് ചെയ്യാനും കുപ്പിവെള്ളം വെക്കാനുള്ള ഒരു ടീപ്പോയി.
പിന്നെ നമ്മളെ പഴയ ക്ലോക്ക്, പഴയ കാലത്തുള്ള ഘടികാരം, ഇത് വാല് ആടുന്ന ക്ലോക്ക്. പിന്നെ ഇവിടെ ഡ്രസ്സ് ഇടാനുള്ള അയല്, ഇത് പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റാൻഡ് മേടിച്ചിട്ട് പൈപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ കുപ്പി വെള്ളം. പിന്നെ റൂമിൻ്റെ അടിഭാഗം തെല്ലാജത. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള നമ്മളെ ലാപ്ടോപ്പ്, അതിൻ്റെ ബോക്സുകൾ. നമ്മളെ തണുപ്പിനിടുന്ന കോട്ട്. പിന്നെ നമ്മളെ മഴക്കാലത്ത് പള്ളിയിൽ പോകുമ്പോൾ പൊട്ടുന്ന നമ്മളെ വലിയ കുട കണ്ടോ, അത് ടാപ്പ് ചുറ്റി വെച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഇടുന്ന കുട. അപ്പം ഇനി പോരെ, ഇത്ര പോരെ, ഇത് മതിയല്ലേ അല്ലേ? ഇപ്പോൾ റൂമിൻ്റെ വലിപ്പം ഇതാ. നല്ല സൗകര്യമാണ്. പ്രവാസികളെ കണ്ണീര് നിറയും കണ്ണുകളിവിടെ വിടരും ഓർമ്മകളവിടെ വിരഹം തീർത്തൊരു മുനയിൽ പിടയും പ്രവാസിയെവിടെ പിറന്ന മണ്ണും മുകിലും പ്രാണസഖിയും എവിടെ പിറന്ന മണ്ണും മുകിലും പ്രാണസഖിയും എവിടെ നിனைவுകൾ നിഴലായി വിരിയും ഈ മണൽ മരുഭൂമി കരയും. പോരെ ഉസ്താദേ, ഇത്രയൊക്കെ മതിയല്ലേ? നിറയും കണ്ണുകളിവിടെ. മദ്രസൻ്റെ ടൈമായി, 5:45, പുലർച്ചെ 5:45. സുബൈസ്കാരം കഴിഞ്ഞ് വന്നുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. 5:45. ഇനിയിപ്പോൾ 6 മണിക്ക് മദ്രസ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. 6:05, 6:10 ആകുമ്പോൾ നമ്മളെ കുട്ടികൾ ഇറങ്ങും. നമുക്കൊരുപാട് കുട്ടികളൊന്നുമില്ല, ആകെ ഒരു കുട്ടിയുള്ളൂ കേട്ടോ. അത് ടീച്ചറാണെന്ന് മാത്രം. കുട്ടിയല്ല, ടീച്ചറാണ്. നമുക്ക് 3 ടീച്ചർമാരാണ്. അതിൽ 2 ടീച്ചർമാർ റിട്ടയർഡായി. ഇനി അതിൻ്റെ മകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. വീഡിയോ ലോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.